ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ക്രിസ്മസ് എക്സാമിനേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ മക്കളെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചാനലിൽ അവൈലബിൾ ആണ്. സോ അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാണ് മക്കളെ, 9ാം ക്ലാസ്സിനകത്ത് ഓണം എക്സാം ഓർമ്മയുണ്ടല്ലോ, പല കുഞ്ഞുങ്ങളും പറയുന്നുണ്ട്, സാർ വിചാരിച്ചതുപോലെ ഒരു മാർക്ക് 9ാം ക്ലാസ്സിനകത്ത് ഞങ്ങൾക്ക് ഓണം എക്സാമിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് എന്താണ് ഇനി പറയുന്ന ക്രിസ്മസ് എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഒരു ഫുൾ A+ലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. കാരണം അവർ ആശങ്കപ്പെടുന്നതിന്റെ ഒരു കാര്യം മറ്റൊന്നുമല്ല, അടുത്ത വർഷം എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കുറഞ്ഞ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ നമുക്ക് അതിലേക്കുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ 9ാം ക്ലാസ്സിനകത്ത് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയാൽ മാത്രമേ 10ാം ക്ലാസ്സിനകത്ത് ഒരു ഫുൾ A+ലേക്ക് നമുക്ക് എത്തുള്ളൂ. സോ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സർപ്രൈസ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, സൈലത്തിന്റെ നിഞ്ച ബാച്ച് ആണ്. നിഞ്ച ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എൻഡ് ഗെയിം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡ് ഗെയിം, അതായത് ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് ഇതുപോലെ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ നഷ്ടമായി, ഞങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു സൊല്യൂഷനാണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. സോ എൻഡ് ഗെയിമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഇനി നടക്കാൻ പോകുന്ന നമുക്ക് 3rd ടേമില്ലേ, ആ 3rd ടേമിലേക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് 9995400800 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് വിളിക്കുക. എൻഡ് ഗെയിമിന്റെ സൈലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഞ്ച എൻഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, മാറുക മക്കളെ. സോ അത്രയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് എന്ന് ചോദിച്ചാൽ, ചാപ്റ്ററിന്റെ പേര് മക്കളെ ശ്രദ്ധിച്ചോ, പ്ലാറ്റ്യൂ വേർ ദ ഹിസ്റ്ററി സ്ലമ്മേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് പറയുന്നത്. മക്കളെ, ജോഗ്രഫിയാണ്. ജോഗ്രഫി ആകുന്നത് തന്നെ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, കുറെ മാപ്പുകളൊക്കെ തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പീഠഭൂമി അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപിയൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ്? ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് എന്ത്, പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപിയൻ പീഠഭൂമി ഉള്ളത്. അത് ആദ്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഈ പീഠഭൂമിക്കകത്ത് പ്രധാനപ്പെട്ട പർവ്വതനിരകളൊക്കെ ഉണ്ട്, ഒരുപാട് പർവ്വതനിരകളുണ്ട്. നിങ്ങൾ നോക്കിയോ, ഇവിടെ ആരവല്ലി മൗണ്ടൻസ് ഉണ്ട്, ഇവിടെ വിന്ധ്യ ഉണ്ട്, അതിന് താഴെ സത്പുരയുണ്ട്. അതുപോലെ തന്നെ ഇത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ് അല്ലെങ്കിൽ പശ്ചിമഘട്ടാണ്. ഈ ഭാഗത്തൂടെയാണ് പോകുന്നതെങ്കിൽ അത് ഈസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ പൂർവ്വഘട്ടാണ്. ഇത് ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട് മക്കളെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ മാപ്പിനകത്ത് പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. സം മൗണ്ടെയിൻ റേഞ്ചസ് ഓൺ പെനിൻസുലാർ പ്ലാറ്റ്യൂ ആർ ഡെപിക്റ്റഡ് ഓൺ ദി മാപ്പ്. ABCD ഡിനോട്ട് വിച്ച് മൗണ്ടെയിൻ റേഞ്ചസ്. മക്കളെ, ഉപദ്വീപിയൻ പീഠഭൂമിയിലെ ചില പർവ്വതനിരകളാണ് ചുവടെ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നത്. ABCD എന്നിവ ഏതേത് പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് A ഏതാണ്, B ഏതാണ്, C ഏതാണ്, D ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. കുഞ്ഞുങ്ങളെ, എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, ഈ അറബിക്കടലിന്റെ ഇടയിൽ ഇല്ലേ, അറബിക്കടലിന്റെ ഈ ഒരു ഭാഗത്ത്, നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് എന്താണ്? ഈ പറയുന്ന അയാളുടെ പേരാണ് വെസ്റ്റേൺ ഗാർഡ്സ്. എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് ഇത് വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പൊ നമുക്കറിയാം അതിന്റെ പേരാണ് വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ അതിന്റെ പറയുന്ന മലയാളത്തിൽ പറയുന്ന പേര് പശ്ചിമഘട്ടം എന്നാണ് എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് പശ്ചിമഘട്ടമാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ഈ ഭാഗത്തുള്ളതാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് പൂർവ്വഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗാർഡ്സ് എന്നാണ് പറയുക. അപ്പൊ ഈ ഭാഗത്തുള്ളതാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈസ്റ്റേൺ ഗാർഡ്സ്. ശ്രദ്ധിച്ചാണേ, ഈസ്റ്റേൺ ഗാർഡ്സ്. ഈസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പൂർവ്വഘട്ടം എന്നാണ് നമ്മൾ എന്താ പറയാ, പൂർവ്വഘട്ടം. ഓക്കെ, പൂർവ്വഘട്ടം. ഓക്കെ, റെഡിയല്ലേ, സെറ്റ്. ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, ദാ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരാളുണ്ട്, സി ഉണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ആരവല്ലിയാണ്. ഇതാണ് ആര്, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്. ആരവല്ലിയാണ്. ആരവല്ലി ഒരു നാഗവല്ലി എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചൂടാ. അത് നമുക്ക് മുൻപ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആരവല്ലിയെ നാഗവല്ലിയായിട്ടൊക്കെ നമ്മൾ ഉപമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി നോക്കുക. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഡി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിന്ധ്യയാണ്. ഈ പറയുന്ന വിന്ധ്യ കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഏതാണ്? വിന്ധ്യ റേഞ്ചസ് ആണ്. വിന്ധ്യ റേഞ്ചസ് ആണ് ഇത്. ഈ
പറഞ്ഞ വിന്ധ്യ റേഞ്ചസ്. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ പഠിക്കാൻ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ്. ഈ പറഞ്ഞ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ ഉള്ളത് അത് ഈസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ പൂർവ്വഘട്ടമാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലുള്ളത് ആരവല്ലിയാണ്. അതേപോലെ തന്നെ ഇവിടെ വിന്ധ്യയുണ്ട്. വിന്ധ്യയ്ക്ക് താഴെ പറയുകയാണെങ്കിൽ ആരുണ്ട്, സത്പുരയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇവിടെ വിന്ധ്യയാണ് ചോദിച്ചു കേട്ടോ. വിന്ധ്യയും സത്പുരയും കണ്ടില്ലേ, ഏട്ടൻ്റെ അനിയനും പോലെ തൊട്ടടുത്താണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത് കേട്ടോ. ആലോചിച്ചോളാം. ഇപ്പൊ ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോ, അടുത്തൊരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദ പ്ലാറ്റ്യൂ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 ബേസ്ഡ് ഓൺ ദിയർ ലൊക്കേഷൻ. വാട്ട് ആർ ദേ? സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ 3 തിരിക്കാം. അവ ഏതൊക്കെ? അതായത് പീഠഭൂമികളെ അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ എത്രയായിട്ടാണ് നമ്മൾ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ വേർതിരിച്ചുള്ളത്? പ്രധാനമായിട്ട് 3 ഏതൊക്കെയാണ് ആ 3? ഒന്നാമത്തത് മക്കൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് അതാണ് ഇന്റർമോണ്ടെയിൻ പ്ലാറ്റ്യൂ ആണ്. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികളാണ് ഒന്ന്. രണ്ടാമത് പിഡോമിനന്റ് മൗണ്ടെയിൻസ് ആണ്. പിഡോമിനന്റ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളാണ് 2. മൂന്നാമത്തത് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ വൻകര പീഠഭൂമികളാണ്. ഇതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഇവിടെ ആ ചിത്രത്തിനകത്ത് കാണുന്നുണ്ടല്ലോ, ഇവിടെ നോക്കി, ഇതാണ് ഇന്റർമോണ്ടെയിൻ പ്ലാറ്റ്യൂ. മക്കളെ ഇതാണ് ഇന്റർമോണ്ടെയിൻ പ്ലാറ്റ്യൂ. എന്തുകൊണ്ടാണ് ഇത് ഇന്റർമോണ്ടെയിൻ പ്ലാറ്റ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഇവിടെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്, ഇവിടെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. അപ്പൊ 2 പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് അല്ലെങ്കിൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള പീഠഭൂമിയാണ് നമ്മൾ ഇന്റർമോണ്ടെയിൻ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞിട്ട്, അതിന്റെ ഇടയിലുള്ള ഈ പ്ലാറ്റ്യൂവിനെയാണ് ഇന്റർമോണ്ടെയിൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തത് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ, സെറ്റ്. ഇനി രണ്ടാമത്തതാണ് മക്കൾ ശ്രദ്ധിക്കാം, പിഡോമിനന്റ് പ്ലാറ്റ്യൂ ആണ് ഇത് രണ്ടാമത്തത്. പിഡോമിനന്റ് പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളാണ്. മക്കളെ ഇതൊരു പർവ്വതമാണെങ്കിൽ ആ പർവ്വതത്തിന്റെ അടിവാരം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഈ ഒരു പ്രധാനപ്പെട്ട അടിവാരം, ഈ ഒരു അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്യൂവിനെയാണ് നമ്മൾ പിഡോമിനന്റ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്യൂവിനെയാണ് പിഡോമിനന്റ് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് മക്കൾ ശ്രദ്ധിക്കുക, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ വൻകര പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് സി, ഈ കടൽ, ഈ ഭാഗത്തും കടൽ തന്നെ. അപ്പൊ ഈ ഒരു കടലിൽ നിന്ന് ഇതേപോലെ തന്നെ കരഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരാണ് വൻകര എന്ന്, കോണ്ടിനെന്റ് എന്നാണ്. അപ്പൊ ഇത്തരത്തിലേക്ക് ഈ 2 ഭാഗത്തും കടലാണ്, അതിന്റെ ഇടയിലേക്ക് ഇതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൂന്നാമത്തെ കോണ്ടിനെന്റ് പ്ലാറ്റ്യൂ എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, മനസ്സിലാക്കി വെക്കുക. ഇത് 3 പ്രധാനമായിട്ടും നമ്മൾ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടുള്ള പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പീഠഭൂമി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്, ഈ പറഞ്ഞ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്ന് എന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കണം, അടുത്തത് ഏത് ഭാഗത്തു നിന്നായിരിക്കും ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യത? മക്കളെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് റിവേഴ്സ്, നദികളുമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നദികളുമായിട്ട് വരും. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, ഇന്ത്യക്കകത്ത് 2 തരത്തിലേക്കുള്ള നദികളുണ്ട്. ഒന്ന് ഹിമാലയൻ റിവേഴ്സ് ഉണ്ട്, രണ്ടാമത്തത് പെനിൻസുലാർ റിവേഴ്സ് ഉണ്ട്. ഹിമാലയൻ നദികളുണ്ട്, അതുപോലെ തന്നെ ഉപദ്വീപിയൻ പീഠഭൂമി നദികളും ഉണ്ട് അല്ലേ? അപ്പൊ ഈ 2 തരത്തിലേക്കുള്ള നദികളുണ്ട്. നമ്മളുടെ കേസ് വരുന്നത് ഉപദ്വീപിയൻ നദികളാണ്, പെനിൻസുലാർ റിവേഴ്സ് ആണ്. അത് ഏതൊക്കെയാണ്? അത് ഇവിടെയാണ്, നർമ്മദ, അതുപോലെ തന്നെ താപ്തി. നർമ്മദയും താപ്തിയും. നർമ്മദയുടെ തൊട്ട് താഴെ തന്നെയാണ് ആരുള്ളത്, ഈ പറയുന്ന താപ്തി ഉള്ളത്. നർമ്മദ അതേപോലെ തന്നെ താപ്തി. അത് പടിഞ്ഞാറോട്ടാണ്, ഈ പറയുന്ന അറബിക്കടലിലേക്കാണ് ഇവർ രണ്ടാളും ചെയ്യുന്നത്, ഒഴുകുന്നത് കേട്ടോ. അപ്പൊ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആണ് അല്ലെങ്കിൽ പടിഞ്ഞാറാണ്. അപ്പൊ പടിഞ്ഞാറിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്താണെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കാണ്, എല്ലാവർക്കും അറിയാലോ. ഇനി മക്കൾ ശ്രദ്ധിക്കുക, 2 നദികൾ മാത്രമാണ് പടിഞ്ഞാറോട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഉപദ്വീപിയൻ നദികളും ഒഴുകുന്നത് എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ് മെയിനായിട്ട് ഒഴുകുന്നത് കേട്ടോ. കിഴക്കോട്ടാണ് മെയിനായിട്ട് ഒഴുകുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും താഴെ കാവേരി ഉണ്ട്, അതേപോലെ തന്നെ കൃഷ്ണയുണ്ട്, അതുപോലെ ഗോദാവരി ഉണ്ട്, അതുപോലെ തന്നെ മഹാനദി ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഈ പറയുന്ന പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപിയൻ നദികൾ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തം 6 എണ്ണം ഉണ്ട്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതിനകത്ത് എത്ര എണ്ണം അറബിക്കടലിലേക്ക് ഒഴുകുന്നു ചോദിച്ചാൽ അത് 2 എണ്ണം. ഈ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്ര എണ്ണം ചോദിച്ചാൽ 4 എണ്ണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നർമ്മദയും താപ്തിയും അറബിക്കടലിലേക്ക്, ബാക്കിയെല്ലാം ഈ ബംഗാൾ ഉൾക്കടലിലേക്ക്, കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഈ ഭാഗത്ത് നിന്ന് എന്താണ് ചോദ്യങ്ങൾ വരിക, ഏത് രീതിയിലേക്കാണ് ചോദ്യങ്ങൾ വരിക? മക്കളെ ചോദ്യം വരാൻ ഒരു സാധ്യത ഇങ്ങനെയാണ്, ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ് ആൻഡ് ദിയർ ട്രിബ്യൂട്ടറീസ്. ഉപദ്വീപിയൻ നദികളുടെ ഉത്ഭവ കേന്ദ്രങ്ങളും അവയുടെ പോഷക നദികളും പട്ടികപ്പെടുത്തുക. ആ രീതിയിലേക്ക് ഒരു ചോദ്യം വരും. മക്കളെ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, പ്രധാനപ്പെട്ട റിവേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, നദികൾ കാണുന്നുണ്ട്, അതിന്റെ സോഴ്സസ് അല്ലെങ്കിൽ ഉത്ഭവ കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതുപോലെ അതിന്റെ പോഷക നദികൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കണം, ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയോളൂ, നമുക്ക് ഓരോ പ്രധാനപ്പെട്ട റിവേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത്
കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിലേക്ക്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കുക, ഈ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദികളല്ലേ ഏതൊക്കെ? കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഈ 4 നദികളാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓർത്തോളൂ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതിനെ കുറിച്ചാണ്. ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എത്രയുള്ളൂ മക്കളെ? മഹാനദി എവിടെ നിന്നാണ് ഒഴുകുന്നത് ആ സ്ഥലം ഒന്ന് പഠിക്കണം. അതാണ് റായ്പൂരിലെ സിഹാവയിലാണ്. സിഹാവ. അതുപോലെ തന്നെ ഗോദാവരി എവിടെ നിന്നാണ്? ഗോദാവരി അത് നാസിക് എന്നാണെന്ന് ഓർത്ത് വെച്ചോളാം. നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്. കൃഷ്ണ എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് മഹാബലേശ്വരാണ്. ബലേശ്വർ എന്നാണ്. അതുപോലെ കാവേരി എവിടെ നിന്നാന്ന് വെച്ചാൽ അത് ബ്രഹ്മഗിരിയാണ്. മകളെ, ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കോഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞുതരാം. ഒറ്റ കാര്യം ഓർത്തത്, നിങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചോ, ഞാനൊരു കോഡിലൂടെ അത് പറഞ്ഞുതരാണ്. ഓർത്ത് വെച്ചോട്ടോ. നിങ്ങൾക്ക് ഈ മഹാനദി അല്ലേ, മഹാനദി ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ആ കോഡ് എന്താണെന്നറിയോ? ഇത്രയുള്ളൂ മക്കളെ. ഈ നിങ്ങൾ ഓർത്താൽ മതി, മഹാ എന്നുള്ള സംഭവം അല്ലേ, മഹാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. മഹാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സംഭവമല്ലേ മഹാൻ. അപ്പൊ മഹാൻ എന്നൊക്കെ പറഞ്ഞാൽ ചോക്ക് നിങ്ങൾ നോക്കിച്ചോളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ പറയാണ് മഹാൻ, ഞാൻ മാർക്ക് ചെയ്തു മഹാൻ. മകളെ നോക്ക്, സിംഹം എന്ന് പറഞ്ഞാൽ സിംഹം മഹാൻ അല്ലേ മക്കൾ? ഓർത്ത് വെച്ചോളൂ. ഈ പറയുന്ന മഹാൻ ആയിട്ടുള്ള ആളല്ലേ ആര്? സിംഹം. മഹാൻ അല്ലേ സിംഹം. അപ്പൊ മഹാനദി എന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് സിംഹാണ്. അപ്പൊ നോക്ക്, സിഹാവ. കണ്ടില്ലേ? അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയോട്ടോ, ഗോദാവരി, ഗോഡാണ്. ഗോഡിനോട് എപ്പോഴും നമ്മൾ എന്താ പറയാ? ദൈവമേ, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് കുറെ പൈസ തരണം, എനിക്ക് ഇതേപോലെ എന്താ ചെയ്യണം? നല്ല വീട് തരണം, ഇതൊക്കെയല്ലേ പറയാ. നമ്മൾ പ്രാർത്ഥിക്കപ്പോഴും എന്താണ്? എനിക്ക് കുറെ പൈസ തരണം, എനിക്ക് ഭയങ്കര സമ്പന്നനാക്കണം എന്നൊക്കെയല്ലേ പറയാ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ദൈവത്തിനോട് നമ്മൾ എപ്പോഴും എന്താ പറയാ? ക്യാഷിനാണ് പറയാ അല്ലെ? ക്യാഷ്, നാഷ് അല്ലെ? ക്യാഷ് അല്ലേ പറയാ? ക്യാഷ് അല്ലെങ്കിൽ നാഷ്. കണ്ടോ? ക്യാഷ് അല്ലെങ്കിൽ നാഷ് എന്ന് ഓർത്താൽ നാഷിക്ക് ക്യാഷ് ഓർത്ത് വെച്ചോളാം. ക്യാഷ് റെഡി. ഇനി അടുത്ത നോക്കിയോ, കൃഷ്ണനല്ലേ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് മഹാബലേശ്വരനാണ് ഓർത്താൽ മതി. കൃഷ്ണൻ ഈ പറഞ്ഞ ഹിന്ദുയിസത്തിനകത്തൊക്കെ വിശ്വസിക്കുന്ന കൃഷ്ണൻ ആചരിക്കുക. അപ്പൊ കൃഷ്ണൻ ഭയങ്കര മഹാബലേശ്വരനാണ്, നല്ല ബലവാനായിട്ടുള്ള ഒരാളാണ് എന്ന് ഓർത്ത് വെച്ചോളാം. അപ്പൊ അങ്ങനെ ഇത് കണക്ട് ചെയ്യാം. പിന്നെ കാവേരി, അപ്പൊ പറയുന്നതല്ലേ കാവേരി, ബ്രഹ്മഗിരി, എല്ലാത്തിലും ഒരു ഇരി ഉണ്ട്. കാവേരി, ബ്രഹ്മഗിരി പറയുമ്പോൾ ഒരു സാമ്യതയുള്ള വാക്കാണ് കാവേരി, ബ്രഹ്മഗിരി. അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് പഠിച്ചു വെക്കാം. പ്രധാനപ്പെട്ട റിവേഴ്സും അതിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നോക്കിയോട്ടോ, നർമ്മദയല്ലേ? നർമ്മദയുടെ സ്ഥലം അമർഗഡ്ഡകാണ് നർമ്മദ. താപ്തി ആണെങ്കിൽ ഏതാണ്? മുൾട്ടയാണ്. ഓക്കെ, അങ്ങനെ അത് ഓക്കെ. ഇനി താപ്തിന്റെ ഞാൻ ഓർത്ത് വെച്ചോളാം, താത്താന്ന് ഓർക്കുക. താത്തേനോട് താത്ത കുറച്ച് മിഠായി തരി എന്ന് ഓർക്കുക. താത്ത പീടിയിലൊക്കെ പോയിരുന്ന താത്തേനോട് പറയാം, താത്ത കുറച്ച് മിഠായി തരി. അപ്പൊ ഓർത്ത് വെച്ചോളി, താപ്തി മിഠായി എന്നൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ താപ്തി, അതുപോലെ തന്നെ മിഠായി അല്ല മുൾട്ടായി. എങ്ങനെയൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ ഓർത്ത് വെച്ചോളാം. അപ്പൊ ഇത്തരത്തിലേക്ക് ഇതൊക്കെ ഓർത്ത് വെക്കുക. കാരണം ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കണക്ട് ചെയ്തേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടിയാൽ പോരെ. ഇപ്പോൾ ഗോദാവരി, ഗോഡിനോട് എന്താ നമ്മൾ ആലോചിച്ച് നോക്കുക? ക്യാഷ്, നാഷിക്ക്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ നമുക്ക് ഇതേപോലെ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 എണ്ണം ഗസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് കിട്ടൂലേ? അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു നോക്കാം. ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് വൺ, അടുത്തത് മക്കൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് മക്കളെ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോയിൽ ടൈപ്സ് ഇൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ? മക്കളെ ഇവിടെ ചോദിച്ചത് സോയിൽ ടൈപ്പ് ആണ്. ഈ പറഞ്ഞ ഉപദ്വീപിയൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ഇതൊരു എസ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട്, ഒരു എസ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു 4 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത് ഉപദ്വീപിയൻ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. മക്കളെ പ്രധാനപ്പെട്ട 4 മണ്ണിനങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്നാമത്തത് ബ്ലാക്ക് സോയിൽ, രണ്ടാമത്തത് റെഡ് സോയിൽ, മൂന്നാമത്തത് ലാറ്ററൈറ്റ് സോയിൽ, നാലാമത്തത് മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിൽ. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? എടുക്കാനുള്ളത്. നമുക്ക് ആ 4 എണ്ണം എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. മക്കളെ ഒന്നാമത്തത് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണാണ്. മക്കളെ ഈ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് ഇതുപോലെ തന്നെ എവിടെയാണ് കാണപ്പെടുന്നത്? എങ്ങനെയാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാവ ഇതുപോലെ തന്നെ പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടാകുന്നത്? ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത്. കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് ലാവ ഉണ്ടായിട്ടാണ്. അതായത് ഈ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അഗ്നിപർവ്വതം എന്ന് കേട്ടിട്ടുണ്ടാകും. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരുന്നതാണ് ലാവ. ഈ ലാവ ഉറച്ചു കഴിഞ്ഞാൽ ബസാൾട്ട് എന്ന് പറയുന്ന റോക്കായി മാറും. ബസാൾട്ട് റോക്ക്. ഈ ബസാൾട്ട് റോക്ക് പൊടിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? കറുത്ത മണ്ണ് കിട്ടുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് പറയുന്നുണ്ട്
ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് വെതറിംഗ് ഓഫ് ലാവ റോക്സ്. ലാവ റോക്സ് മീൻസ് ബസാൾട്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ലാവ പൊടിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറും? ബസാൾട്ട് ആവും. ലാവ ഉറച്ചു കഴിഞ്ഞാൽ അത് ബസാൾട്ട് ആവും, ബസാൾട്ട് റോക്ക് ആവും. ബസാൾട്ട് ഇതുപോലെ തന്നെ പൊടിഞ്ഞാലാണ് നമുക്ക് എന്തായി മാറുക? ബ്ലാക്ക് സോയിൽ ആവുക, അല്ലെങ്കിൽ കറുത്ത മണ്ണാവുക എന്ന് മനസ്സിലാക്കി കേട്ടോ. ഇങ്ങനെയാണ് കറുത്ത മണ്ണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത് കേട്ടോ. കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഫെർട്ടൈൽ സോയിലാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ബസാൾട്ട് എന്ന ലാവാശിലയുടെ അപക്ഷയത്തിന്റെ ഭാഗമായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഓക്കെ, റെഡി. ഇനി ഇത് കാണപ്പെടുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണപ്പെടുന്നത് കേട്ടോ. ഈ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. റെഡി. ഇനി ഇത് അടുത്ത് ശ്രദ്ധിക്കുക, അടുത്താണ് റെഡ് സോയിൽ. മക്കളെ ഒറ്റ കാര്യം കൂടി ശ്രദ്ധിക്കുക, കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അത് കോട്ടൺ കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇത് എന്താണ്? കോട്ടൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ പരുത്തി ഉൽപാദനത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഇത് കറുത്ത മണ്ണ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് കാരണം ഇത് നല്ല ഫെർട്ടൈൽ സോയിൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അതാണ് റെഡ് സോയിൽ, ചെമ്മണ്ണാണ്. റെഡ് സോയിൽ രണ്ടാമത്താണ് ഇത് റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ്. അപ്പോൾ ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ഇത് ഓൾഡ് ക്രിസ്റ്റലൈൻ മെറ്റോമോർഫിക് റോക്സൈറ്റ് ആണ്. അതായത് പ്രാചീന രൂപ കായാന്തരിക ശിലകൾക്ക് അപക്ഷയം സ്ഥാപിച്ചാണ് ഇത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഇതിന് റെഡ് കളർ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഇരുമ്പ് അല്ലെങ്കിൽ അയേണിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്? റെഡ് കളർ വരുന്നത് കേട്ടോ. സോ നിങ്ങൾ നോക്കണേ, ദ റെഡ് കളർ ഈസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൺസിഡറബിൾ ക്വാണ്ടിറ്റി ഓഫ് അയേൺ ഇൻ ദി സോയിൽ കേട്ടോ. അതായത് ഈ മണ്ണിൽ വലിയ തോതിൽ ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെന്ത് കിട്ടുന്നത്? ചുവപ്പ് നിറം കിട്ടുന്നത് മനസ്സിലാക്കുക കേട്ടോ. ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇനി ചുവപ്പ് നിറം കിട്ടുന്നത്. ഓക്കെ, റെഡി. ഇനി അടുത്തതാണ് ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ നാട്ടിനകത്തൊക്കെ കാണുന്ന ഒരു മണ്ണ് തന്നെയാണ് ലാറ്ററൈറ്റ് സോയിൽ. മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ റബ്ബർ കൾട്ടിവേഷന്, അതായത് ഈ പറയുന്ന റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇതാണ്. നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഈ കല്ലെടുത്തിട്ടാണ്, ഈ പറയുന്ന ഉറച്ച നല്ല ഉറപ്പുള്ള കല്ലുകളൊക്കെ എടുത്തിട്ടാണ്, ചെങ്കല്ലെന്നൊക്കെ പറയും, അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ നോക്ക്, ഇത് മെയിനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? അത് it formed a result of leaching of minerals such as silica and lime from the soil at places experiencing alternation period of heavy rain and drought. മക്കളെ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും നല്ല മഴ അല്ലേ, നല്ല മഴയും അതുപോലെ തന്നെ കനത്ത മഴയും അതുപോലെ തന്നെ വരൾച്ചയും ഇതിങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ കല്ലുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് മഴ ഉണ്ടാവണം, കനത്ത മഴ ഉണ്ടാവണം, അത് കഴിഞ്ഞ് വെയിലുണ്ടാവണം, നല്ല വെയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാവണം. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എന്തുണ്ടാവുക? ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് കാണപ്പെടുന്ന സാധനം ഈ വെസ്റ്റേൺ ഗാർഡ്സ്. ശ്രദ്ധിക്കുക, വെസ്റ്റേൺ ഗാർഡ്സിലുണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗാർഡ്സിൽ, രാജ്മഹൽ ഹിൽസിൽ, വിന്ധ്യ സത്പുര മൗണ്ടൈൻ റേഞ്ചസിൽ, അതുപോലെ തന്നെ മാൾവ പ്ലാറ്റ്യൂവിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, ഇത് ഫലഭൂഷ്ടി എന്താണ്? വളരെ കുറവാണ്. നേരത്തെ ബ്ലാക്ക് സോയിലിനൊക്കെ കാര്യം പറഞ്ഞതുപോലെ ഭയങ്കര ഫെർട്ടൈൽ സോയിൽ ഒന്നും അല്ല. ഇത് എന്താണ്? ലെസ് ഫെർട്ടൈൽ സോയിലാണ്, ഫലഭൂഷ്ടി വളരെ കുറവുള്ളതാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതുപോലെ തന്നെ കോഫി, റബ്ബർ, മെയിൻലി റബ്ബർ ഒക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ മണ്ണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളേ, തേയിലയും കാപ്പിയും റബ്ബറും അടക്കിയൊക്കെയാണ് ഉണ്ടാവുക. ഫലഭൂഷ്ടി വളരെ കുറവുള്ള മണ്ണാണിത്, ഓർത്ത് വെച്ചോളുക. ഇപ്പോൾ കനത്ത മഴയും വരൾച്ചയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുക. സിലിക്കയും ചുണ്ണാമ്പൊക്കെ ഊർന്നിറങ്ങുന്ന സ്ഥലങ്ങളിലാണ് ഇത് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓർത്ത് വെച്ചോ കേട്ടോ. കാണുന്ന സ്ഥലങ്ങളും കൂടി എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചോളൂ. രാജ്മഹൽ കുന്നും വിന്ധ്യ സത്പുര സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അടുത്തത് കഴിഞ്ഞാൽ പിന്നെ മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിലാണ്. മൗണ്ടെയിൻ ഫോറസ്റ്റ് മക്കൾ ശ്രദ്ധിക്കുക, മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിൽ. മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിൽ പേര് തന്നെ ഉണ്ടല്ലോ, അത് എവിടെയായിരിക്കും ഉണ്ടാവുക? പർവ്വത മണ്ണാണ്. അപ്പോൾ പർവ്വതങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയാൽ നല്ല ഹില്ലി റീജിയനകത്ത്, നമ്മുടെ കേരളത്തിനകത്താണെങ്കിൽ വയനാട്, ഇടുക്കി ഒക്കെ പോലുള്ള സ്ഥലങ്ങളുണ്ട്. മക്കൾ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിൻ്റെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ലാറ്ററൈറ്റ് സോയിലിൻ്റെ ഒക്കെ പറഞ്ഞതുപോലെ നല്ല ഉറപ്പുള്ള മണ്ണാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലല്ലോ, നല്ല ഉറപ്പുള്ള മണ്ണൊന്നല്ല. ഇത് വളരെ ലൂസായിട്ടുള്ള ഒരു മണ്ണാണ്. നിങ്ങൾക്കറിയാലോ, ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മതി, വളരെ ലൂസായിട്ടുള്ള കുറേ മണ്ണുകളാണ് അല്ലേ, അത്തരത്തിലേക്കുള്ള ഒരു മണ്ണാണ് ഇത് മണ്ണ്. ഈ അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇത് ഈ കേരളത്തിനകത്ത് ഈ പറഞ്ഞ വെസ്റ്റേൺ ഗാർഡ്സിനകത്ത്, അതേപോലെ തന്നെ ഈ ബാക്കി നമ്മൾ പുറമേ നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ ഗാർഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ദക്ഷിണേന്ത്യയിൽ പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണപ്പെടുന്നുണ്ട്, ഈ മണ്ണ് കാണപ്പെടുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, കേരളം, ഈ 3 സംസ്ഥാനങ്ങൾ കേട്ടോ. എവിടെയൊക്കെയാണ്? കർണാടക, തമിഴ്നാട്, കേരളം. ഈ സ്ഥലങ്ങളിൽ തോട്ടവിളകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. തോട്ടവിള എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ ക്രോപ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഇത്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ കുന്നിൻ ചെരുവിയിലൊക്കെ തന്നെ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഓർത്താൽ മതി. എന്തൊക്കെയാണ് ഇങ്ങനത്തെ കുന്നിൻ ചെരുവിയിലൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്ന കൃഷി എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വയനാട്ടിലേക്കോ ഇടുക്കിയിലേക്കോ അല്ലെങ്കിൽ ഇടുക്കിക്കകത്ത് മൂന്നാറിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? കൃഷികൾ കാണുന്നത് മെയിനായിട്ട് കാണപ്പെടുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞ കോഫി പ്ലാന്റേഷൻസ് ഉണ്ടാവാം അല്ലേ, കുറേ സ്ഥലങ്ങളിൽ കോഫി പ്ലാന്റേഷൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? കോഫി ഉണ്ടാവാം, അതുപോലെ തന്നെ ടീ പ്ലാന്റേഷൻസ് ഉണ്ടാവാം അല്ലേ. ടീ, കോഫി മെയിനായിട്ടുള്ള ഈ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിൽ വരുന്നതാണ്. ടീ, കോഫി, സ്പൈസസുകൾ,
അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുക കേട്ടോ. സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ, ഇതിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലം എന്നുള്ളത് ഓർത്ത് വെച്ചുകൂടാ. അത്രയാണ് മക്കളെ നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്ക്, 4 പ്രധാനപ്പെട്ട മണ്ണിനെ കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ടും ഉപദ്വീപിയൻ പീഠഭൂമിയിലുള്ള 4 മണ്ണിനെ കുറിച്ച്, ഏതൊക്കെ? ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിൽ കേട്ടോ. കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ഇങ്ങനെ 4 മണ്ണിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ബ്ലാക്ക് സോയിലിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലാറ്ററൈറ്റ് സോയിലിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് വൺ നമ്മൾ ഇത് പറഞ്ഞു, മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിലിനെ കുറിച്ചും പറഞ്ഞു. ഇങ്ങനെ 4 എണ്ണത്തിനെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ, റെഡി. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ പെനിൻസുലർ പ്ലാറ്റ്യൂ റീജിയൻ. ശ്രദ്ധിക്കുക, പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കണം, ഈ പറയുന്ന ഉപദ്വീപിയൻ പീഠഭൂമിയിലുള്ള നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. മക്കളെ, നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ച് നോക്കുന്ന സമയത്ത് 3 നാച്ചുറൽ വെജിറ്റേഷൻസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്നാമത്തത് ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ്, രണ്ടാമത്തത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, അതുപോലെ തന്നെ മൂന്നാമത്തത് സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ദക്ഷിണ പർവ്വത വനങ്ങൾ, ഇങ്ങനെ 3 എണ്ണമാണ്. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് ആണ്. ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ്. പേര് തന്നെ ഉണ്ട്, എന്തായിരിക്കും അത്? ഇല പൊഴിയുന്ന കാടുകളാണ്. ഇല പൊഴിയും, അതായത് സീസൺ അനുസരിച്ച് ഇങ്ങനെ ഇല പൊഴിയുന്ന കാടുകളാണ്. അപ്പോൾ അവിടുത്തെ വാർഷിക മഴ 70 മുതൽ 200 സെന്റിമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത് മഴ കിട്ടുന്നത്. 70 മുതൽ 200 സെന്റിമീറ്റർ എന്ത് കിട്ടും. അത് തന്നെ ആർദ്ര ഇലപൊഴിയും വനങ്ങളുണ്ട്, അതുപോലെ തന്നെ വരണ്ട ഇലപൊഴിയും കാടുകളുണ്ട്. ഈ മോസ്റ്റ് ഡിസീഡിയസ് ഫോറസ്റ്റും ഉണ്ട്, ഡ്രൈ ഡിസീഡിയസ് ഫോറസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം. ടീക്ക്, സാലി, ഷിസ് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അതാണ് ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ, ഇതാണ് ഈ ഒരു ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന, നന്നായി മഴ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നന്നായി മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ നല്ല ഉയരമുള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറ്റുന്നുണ്ട്. റെഡി. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആണ്. ഉഷ്ണമേഖല മുൾക്കാടുകളേക്കാണ് മക്കളെ. ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്ന സമയത്ത് മക്കളെ മനസ്സിലാക്കിയ ഈ പിക്ചർ നോക്ക്, വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഡെസേർട്ട് റീജിയനകത്തൊക്കെ കാണപ്പെടുന്നത് ഇങ്ങനത്തെ സ്ഥലമായിരിക്കും. നമ്മുടെ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നത് ഇങ്ങനത്തെ സ്ഥലമായിരിക്കും. നല്ല വരണ്ട് കിടക്കുന്ന സ്ഥലമാണ്, ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ മഴയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആനുവൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ ബിലോ 75 സെന്റിമീറ്റർ ആണ്. വാർഷിക മഴ 75 സെന്റിമീറ്ററിന് താഴെയാണ് ഇവിടുത്തെ വാർഷിക മഴ. ഓർത്ത് വെച്ചോളാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ട്രീസ്, വെള്ളം വളരെ കുറവല്ലേ, അപ്പോൾ മരങ്ങളും വലിയ മരങ്ങളൊന്നും കാണില്ല. ഷോർട്ട് ട്രീസുകളാണ് മക്കളെ. ഉയരം കുറഞ്ഞ മരങ്ങളാണ് ഇവിടെ കാണുക. ഈ അക്വേഷ്യ, യൂഫോർബിയ, ഡേറ്റ് പാംസ്, ഇങ്ങനത്തെ മരങ്ങളാണ് കാണുക കേട്ടോ. അക്വേഷ്യയും യൂഫോർബിയയും ഈന്തപ്പനകളൊക്കെയാണ് എന്ത് ചെയ്യുക കാണുക. നിങ്ങൾക്ക് അറിയാലോ, ഈന്തപ്പനയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. മെയിനായിട്ട് നിങ്ങൾ നോക്കി, ഇത്തരത്തിലേക്കുള്ള ഈന്തപ്പനകൾ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞാൽ മക്കളെ നമുക്ക് ഇനി നോക്കാനുള്ള പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തതാണ് സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണ്. സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് മക്കളെ, സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മക്കളെ? അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒരു മൗണ്ടെയിൻ ഉണ്ടെങ്കിൽ ആ മൗണ്ടെയിൻ്റെ ഒക്കെ ഈ ഒരു സമീപത്ത് ഇത്തരത്തിലേക്ക് ഈ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ താഴ്വരകളിലൊക്കെ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഫോറസ്റ്റ് ഏരിയാസ് ആണ് ഈ പറഞ്ഞ ദക്ഷിണ പർവ്വത വനങ്ങൾ അല്ലെങ്കിൽ സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ പ്രധാനപ്പെട്ട ഷോല കുന്നുകളൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഷോല വനങ്ങളൊക്കെ തന്നെ ഇതിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞതിനെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് വെച്ചാൽ നീലഗിരി, പളനി, ആനമല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഷോല വനങ്ങളൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിളുകൾ കേട്ടോ. ഞാൻ ജസ്റ്റ് അതുകൂടി കാണിച്ചിട്ടാ നിങ്ങൾ കണ്ടോ. ഇതേപോലെ തന്നെ വലിയൊരു മൗണ്ടെയിൻ ഉണ്ടാവും. അതിന്റെയൊക്കെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നില്ലേ, അങ്ങനെയുള്ളതാണ് ഈ ഒരു സ്ഥലം കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചോളാം. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനുള്ളത്. സോ മക്കളെ, ഇത്രയും പോയിന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. പക്ഷെ ഇനി നമ്മൾ ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എവിടെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മാരത്തോണുകൾക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് പറയുന്നുണ്ട്. മാരത്തോണുകളിലും അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററുകൾ ഉണ്ടാകും. നിങ്ങൾ എക്സാമിന് ഇതുപോലെ തന്നെ പോകുന്ന സമയത്ത് മോർണിംഗ് ബൂസ്റ്ററുകൾ നടക്കും. ആ സമയത്തൊക്കെ നമ്മൾ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് എക്സാമിന് എന്ത് ചെയ്യുക വരിക. നിങ്ങൾക്ക് ചോദ്യമല്ലേ വേണ്ടത്, ആ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യും തരും മക്കളെ. നിങ്ങളെ ഒരു ഫുൾ A+ ഞങ്ങൾ എത്തും. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, ഞങ്ങൾ തരുന്നൊരു വാക്കാണ്. സോ അത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒന്നുകൂടി ഞാൻ പറയുകയാണ് മക്കളെ. സോ നിങ്ങൾ ഇതേപോലെ
തന്നെ നല്ല മാർക്ക് കിട്ടണം, ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു ഫുൾ A+ലേക്ക് കിട്ടണം, ഇതുപോലെ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുൻപിൽ ഇതുപോലെ തന്നെ അഭിമാനത്തോട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ മക്കളെ ഉടനെ തന്നെ നമ്മുടെ എൻഡ് ഗെയിം മാച്ച് നിഞ്ച എൻഡ് ഗെയിം ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. സോ മക്കളെ ഇനി പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലേക്ക്, നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലേക്കുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ വേണ്ടത്, അതായത് ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ടോപ്പിക്കുകളെ കുറിച്ചോ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്തോ, ആ കമന്റിന് ഞങ്ങൾ റിപ്ലൈ തരും. കൂടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് ക്ലാസ്സുകളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും കേട്ടോ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെസി സാറാണ്, ജിതിൻ സാറാണ്. സോ മക്കളെ കാണാം, മക്കളെ. സോ ലൈവിൽ കാണാം. ബൈ 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 മക്കൾസ്.